ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പകുതി വ്ളോഗ്, ഉച്ച വരെയുള്ള വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇത്രയായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു വ്ളോഗ് എടുക്കാൻ തോന്നിയത്. ചീനിച്ചട്ടീൻ്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാനൊരു ദിവസം അച്ചാറിട്ട് ഒരു സന്ധ്യയായപ്പോൾ അച്ചാറിട്ടു. എന്നാൽ പിന്നെ കിടക്കുന്നതിന് മുമ്പ് തണുത്ത് കഴിയുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് കിടക്കണം എന്നോർത്ത് ചീനിച്ചട്ടി വെച്ചിട്ട് കിടന്നു പോയിട്ടോ. അപ്പോൾ അച്ചാർ ഇട്ടത് അലുമിനിയം ചട്ടി വെച്ചിട്ട് ചട്ടി ആകെപ്പാടെ എന്തോ ആയിട്ടോ. അപ്പോൾ ഇന്നൊരു മടിയുള്ള ദിവസമാണ്. മടിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ കറിയൊക്കെ ഉണ്ടാക്കാനേ. അപ്പോൾ അങ്ങനെ ചില ദിവസം എല്ലാവർക്കും ഉണ്ടാകാറില്ലേ, എനിക്കും അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. പിന്നെ അത് മാത്രമല്ല, കറി വെക്കാൻ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഒപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി 2 സവോളയൊക്കെ അരിഞ്ഞ് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പും ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് വഴറ്റാണ്. നമ്മൾ എളുപ്പപ്പണിയാണ്. ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാതെ ചോറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇതെല്ലാം വഴറ്റി കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടുക കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് എല്ലാവർക്കും പിള്ളേർക്കൊക്കെ കൊടുക്കണ്ടല്ലോ, കുറച്ച് എരിവിട്ടാൽ മതി. പിന്നെ കുറച്ചൊരു ഗരം മസാല ഇട്ടിട്ട് അത് പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറി വരുന്നവരെ വഴറ്റുക കേട്ടോ. ഉള്ളി ഞാൻ വലിയ മെറൂൺ കളർ വരെ ഒന്നും വഴറ്റിയിട്ടില്ല, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ചേർത്തത്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് എളുപ്പത്തിന് എന്തൊഴിക്കും? 3 മുട്ട പൊട്ടിച്ചൊഴിക്കും കേട്ടോ. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ മസാല ഇങ്ങനെ സൈഡോട്ട് മാറ്റി വെച്ചിട്ട് നടുക്കാണ് ഈ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അപ്പം ഇളക്കില്ല. ഒരു തുള്ളി ഉപ്പും കുരുമുളക് പൊടിയും വിതറി അങ്ങനെ തന്നെ മൂടി വെക്കും ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 2 സെക്കൻഡ് അത്ര മതി. അത്ര സെക്കൻഡ് മൂടി വെച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിനകത്തേക്ക്, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പൊടി വറക്കുന്നതുകൊണ്ട് ഭയങ്കര തുമ്മിയിട്ട് മേലെ കേട്ടോ. ചിലപ്പോൾ അങ്ങനെയുള്ളതാണ്, ഇച്ചിരി അലർജി ഉള്ള കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് മാറി നിന്ന് തുമ്മായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് 5 മിനിറ്റ് മൂടി വെക്കുക. 5 മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ്. എന്നിട്ട് അത് മിക്സ് ചെയ്ത് ഉടനെ നമ്മൾ അതിനകത്തേക്ക് ചോറ് ചേർക്കുക കേട്ടോ. നെല്ലുകുത്തിരി ചോറ് ചേർക്കരുത്, കുറുവയോ പൊന്നിയരിയോ അങ്ങനെ ചെറിയ അരിമണിയുള്ള വെള്ള അരി ചോറാണ് ചേർക്കേണ്ടത് കേട്ടോ. നമ്മൾ മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പം ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു ചർലാസിൻ്റെ ആവശ്യമില്ല, അച്ചാറുണ്ടെങ്കിലും മതി. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ടായിരുന്നേ. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലതല്ലേ, ക്യാരറ്റോ ഗ്രീൻ പീസോ അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു. ഞാനൊന്ന് മേലൊക്കെ കഴുകി അലക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പൈനാപ്പിൾ ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്തായിരുന്നേ. അപ്പം അതിന് ശകലം പുളിയുണ്ട്, പക്ഷേ ഒരു മധുരമുണ്ട്, നല്ല ടേസ്റ്റുള്ള, വലിയ മുള്ളില്ലാത്ത നാടൻ പൈനാപ്പിൾ അല്ല, ഇച്ചിരി മുള്ളില്ലാത്ത ടൈപ്പ് പൈനാപ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് അത് നന്നായി മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും പഞ്ചസാരയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ 3 ടേസ്റ്റും നല്ല ബാലൻസ് ആയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഒരു രസം വരുവേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കൊള്ളു തിന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ തിന്ന് കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ തന്നെ മസാലയൊക്കെ തേച്ച്, മസാല അല്ല മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയൊക്കെ തേച്ച് നമ്മളിങ്ങനെ പൊരിക്കും കേട്ടോ. അതും നല്ല രസമാണ്. പഴമൊക്കെ ഏത്തപ്പഴമൊക്കെ പൊരിക്കില്ലേ, അതുപോലെ പൊരിക്കും, നല്ല രസമാണ്. അതിൻ്റെ റെസിപ്പി ഒരു ദിവസം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് പാത്രം പിടിച്ച് കുളിക്കുന്നത് വീഡിയോ എടുക്കല്ലേ, കൈകൊണ്ട് ഇളക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷേ നമ്മൾ എന്ത് കറി വെക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. പിന്നെ ഈ വായിൽ ചൊറിയുന്നവരൊക്കെ ഇച്ചിരി ഒരു പഞ്ചാര അധികം ഇട്ടാൽ ചൊറിച്ചിലൊക്കെ തൊലി പോകാതെയൊക്കെ ഇരിക്കും. ചിലർക്ക് അങ്ങനെയില്ലേ. ഇപ്പോൾ ചേട്ടായി എൻ്റെ കൂടെ ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കാൻ, വീഡിയോൻ്റെ മുമ്പിൽ നിൽക്കാൻ നാണക്കേടാണ്. ഇന്നെന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇന്നെന്തായാലും നിന്നു. അപ്പോൾ പുള്ളിക്കാരൻ അയൽക്കൂട്ടത്തിനൊക്കെ പോകാൻ റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാം.